ഞാനൊക്കെ പഠിക്കുന്ന കാലം തൊട്ട് നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു സംവിധായകന്റെ മകൻ അഭിനയിക്കും. മറ്റാരുമില്ല, ഷാജി കൈലാസേറിന്റെ മോൻ അഭിനയിക്കുന്ന സിനിമ. അച്ഛന്റെ ലൊക്കേഷനിലൊക്കെ പോകാറുണ്ടായിരുന്നല്ലോ. ഇല്ല നമ്മള് അങ്ങനെ അച്ഛന്റെ ലൊക്കേഷനിൽ പോകാറില്ല. ഇതുവരെ പോയിട്ടില്ല. ഇല്ല. ഷാജി ചേട്ടന്റെ സിനിമകളെല്ലാം നമുക്ക് ഇഷ്ടമാണ്. മോൻ കണ്ടതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമകൾ ഏതായിരിക്കും പറയാൻ പറഞ്ഞ? ഞങ്ങൾക്ക് അമ്മ തിരിച്ചു വന്നുള്ള ആഗ്രഹക്കാരൻ, ഞാൻ ഉൾപ്പെടെ പ്രേക്ഷകർക്ക് അമ്മ തിരിച്ചു വന്നുള്ള ആഗ്രഹം. ഇല്ല, അമ്മയ്ക്ക് അങ്ങനെ സംസാരിക്കുന്ന ഇഷ്ടമല്ല. അതിനെ കുറിച്ച് നമ്മളെ വീട്ടില് ഈ കമന്റുകളൊക്കെ കാണുമ്പോൾ എന്താ തോന്നുന്നു? എല്ലാ അച്ഛനും കാണും, അത് ആസ്വദിക്കും. ഇനിയിപ്പം സിനിമകൾ ഇപ്പൊ 2 ദിവസം ആയുള്ളൂ, എനിക്ക് എന്തായാലും വരാം. ഇനി സിനിമകൾ ചെയ്യണമെന്നുള്ള മനസ്സിലുള്ള ആഗ്രഹം ഉണ്ടോ? ഇനിയും സിനിമകൾ ചെയ്യണം. തമാശകൾ വീട്ടിൽ പറയോ? പിന്നെ അച്ഛൻ ഈ ആക്ഷൻ സിനിമകളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അച്ഛൻ അങ്ങനത്തെ ആളല്ല. നിങ്ങളുടെ ഡിസൈനർ ഹോം എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നു. സാൻബിൾഡ് ഡിസൈൻഡ് ബൈ കോൺസെപ്റ്റ്സ്. നമസ്കാരം. ഞാൻ ഇന്നൊരു സിനിമയുടെ ലൊക്കേഷനാണ്. സിനിമയുടെ ലൊക്കേഷനിൽ വരുമ്പം എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഒന്നുമല്ല, ഞാനൊക്കെ പഠിക്കുന്ന കാലം തൊട്ട് നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു സംവിധായകന്റെ മകൻ അഭിനയിക്കുന്ന ഒരു സിനിമ. മറ്റാരുമില്ല, ഷാജി കൈലാസേറിന്റെ മോൻ അഭിനയിക്കുന്ന സിനിമയുടെ ലൊക്കേഷനിൽ വന്ന്. പക്ഷേ ഞാൻ ഒരു ഇന്റർവ്യൂ വേണമെന്ന് പറഞ്ഞപ്പം എനിക്കെന്തായാലും വേണ്ട എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ എങ്കിലും എല്ലാവരും കൂടെ ഇങ്ങനെ നിർബന്ധിച്ചപ്പോൾ എൻ്റെ മുന്നിൽ വന്നിരുത്തി. എൻ്റെ മുന്നിലിരിക്കാൻ എന്താ ഭയമെന്ന് എനിക്കറിയില്ല, എങ്കിലും എനിക്ക് ഒത്തിരി സന്തോഷം. ഹലോ, എന്താണ് ഇന്റർവ്യൂ വേണ്ടെന്നൊക്കെ പറയുന്നത്? ഇല്ല, ഞാനിപ്പോ തുടങ്ങിയതല്ലേ ഉള്ളൂ. തുടക്കത്തിൽ വേണ്ട, ഒരു കോൺഫിഡൻസ് ആയി വരുന്നേ ഉള്ളൂ എല്ലാത്തിനും. അതല്ലേ? അതെ. എന്ത് തോന്നുന്നു? പക്ഷേ ലുക്കിംഗ് ഫോർവേഡ്, ഭയങ്കര എക്സൈറ്റഡ് ആണ് ഇത് ചെയ്യാനും. ഓരോ കാര്യങ്ങൾ, ഓരോ ഡേ ബൈ ഡേ ഓരോ എക്സൈറ്റ്മെന്റ് കൂടി വരുന്നു. ഇപ്പൊ കഴിഞ്ഞ ദിവസം പൂജ വന്നു, പൂജയുടെ വാർത്തയെ കൊടുത്തു. അങ്ങനെയാണ് ഞാൻ ഇങ്ങോട്ട് തിരുവനന്തപുരത്തേക്ക് തേടി വന്നത്. ഈ സിനിമയും മോനെയും തേടിയാ വന്നേ. അപ്പൊ അതിന് പ്രസക്തി ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ടല്ലേ ഞാൻ വന്നത്. അല്ലേ? സിനിമയുടെ പേര്, സംവിധാനം, ഇത് നമുക്ക് സിനിമയെ കുറിച്ചൊന്ന് പറഞ്ഞാലോ? സിനിമയുടെ പേര് ഗാങ്സ് ഓഫ് സുകുമാരക്കുറുപ്പ് എന്നാണ്. നമ്മളെ ഷെബി സാറാണ്, ഷെബി ഷൗകത്ത് എന്ന് പറഞ്ഞ് കാക്കിപ്പടയൊക്കെ ചെയ്ത് സൂപ്പർ ഹിറ്റ് സിനിമ ആക്കിയ ഡയറക്ടർ പുള്ളിയാണ് ഡയറക്ട് ചെയ്യുന്നത്. ഒരു ഗ്യാങ്ങിന്റെ ഒരു കഥയാണ്. ഒരു ഗ്യാങ്ങിൽ നടക്കുന്ന ഒരു ഇൻസിഡന്റും അങ്ങനെ പോകുന്ന ഒരു കഥയാണ്. ആക്ച്വലി അഭിനയിക്കണമെന്ന് നേരത്തെ മോഹം ഉണ്ടായിരുന്നു? ഇല്ല, ഞാൻ ആക്ച്വലി പഠിക്കുകയാണ്. ഞാൻ കോളേജ് സെക്കൻഡ് ഇയർ ആണ്. അപ്പം പെട്ടെന്ന് മുരുകനകള് എന്നെ വിളിച്ചിട്ട് ഒരാൾ കാണാൻ വരുന്നുണ്ട്, ഒന്ന് നോക്കുമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ കാണാം. എന്തിനാന്ന് പറഞ്ഞില്ല? ഇല്ല, ഒരു സിനിമയുണ്ട്, അതിൽ അഭിനയിക്കാൻ വേണ്ടി ഓക്കെ ആണോ നോക്കാൻ വേണ്ടി വരുന്നു എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ഷെബി സാറിനെ ആദ്യമായിട്ട് കാണുന്നത്. പിന്നെ പുള്ളി വന്നു, ഒരു കഥയുടെ ഒരു സംഭവം പറഞ്ഞു. അപ്പോഴത്തേക്കും പുള്ളി പറഞ്ഞു ഒരു ക്ലിപ്പ് അയച്ചു തരുമോ ആക്ട് ചെയ്തെന്തെങ്കിലും. അപ്പോൾ ഞാൻ അയച്ചു കൊടുത്ത് പുള്ളിക്കാരന് ഇഷ്ടപ്പെട്ടു, ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെ സ്റ്റാർട്ട് ചെയ്തതാണ്. അച്ഛൻ എന്ത് പറഞ്ഞു? അച്ഛൻ പറഞ്ഞു നീ ട്രൈ ചെയ്ത് നോക്കൂ, ചെയ്ത് നോക്ക്, എന്തായാലും വന്ന ഓപ്പർച്യൂണിറ്റി കളയണ്ട, ചെയ്യൂന്ന് പറഞ്ഞു. അങ്ങനെ അച്ഛനും സപ്പോർട്ടായിരുന്നു. ചേട്ടനും അതെ, ചേട്ടൻ ഒരാള് ഡയറക്ഷനിലേക്കാണ്. ചേട്ടനൊരു സിനിമ ഇപ്പൊ ഡയറക്റ്റ് ചെയ്തിട്ട് നിൽക്കുന്നു. ചേട്ടനും പറഞ്ഞു ഓപ്പർച്യൂണിറ്റി വന്നേരെ കളയണ്ട, ചെയ്യാന്നുള്ള രീതിയിൽ. അപ്പൊ എല്ലാവരും, അമ്മയും അത് തന്നെ പറഞ്ഞു? അമ്മയും എല്ലാരും സപ്പോർട്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാനും ഇറങ്ങിയത്. നമുക്കൊന്ന് നോക്കിയേക്കാം, പരീക്ഷിക്കണമല്ലോ. അല്ലെ, ഷാജി സാറിന്റെ പടങ്ങളൊക്കെ നമ്മൾ കണ്ടു വളർന്നവരാ അല്ലെ? മോനും കണ്ടിട്ടുണ്ട്, ഞാനും കണ്ടു വളർന്നു. നമ്മൾ എന്നും ഇഷ്ടപ്പെടുന്ന ഒരു സംവിധായകൻ, സൂപ്പർ ഹിറ്റ് സംവിധായകൻ. അദ്ദേഹത്തിന്റെ മോൻ സിനിമയ്ക്ക് വരുവാന്ന് പറയുമ്പോൾ നമുക്കൊക്കെ ഭയങ്കര സന്തോഷമാണ്. കാരണം അത് വരുന്നത് വേറൊരു സംവിധായകന്റെ കൂടെയാണ്. അഭിനയിക്കണേ എന്നേ അഭിനയിക്കാനും അച്ഛന്റെ പേരിൽ എനിക്ക് എന്തോരം ഏതൊക്കെ സിനിമയിലാണ്. അപ്പൊ അങ്ങനെയല്ല നമ്മൾ വന്നത്. നമ്മുടെ കഴിവ് നമുക്ക് പ്രകടിപ്പിക്കാൻ മറ്റൊരു സംവിധായകന്റെ കയ്യിലേക്ക് ഭദ്രമാകുകയാണ് നമ്മൾ. അതിനാണ് ഏറ്റവും സന്തോഷം എനിക്ക് തോന്നിയത്. ചെറിയ അവസരം കിട്ടി. അപ്പൊ ചെറിയൊരു അവസരം, എളിമയാട്ടെ ഏറ്റവും. ഷാജിച്ചേട്ടന്റെ ഇന്റർവ്യൂ എടുക്കുമ്പോൾ ഷാജിച്ചേട്ടൻ ഇങ്ങനെ കൂളായിട്ടുള്ള സംസാരിക്കുള്ളൂ. അത് തന്നെയാണ് എന്റെ മറ്റ് 2 കാര്യങ്ങൾ. ഷാജിച്ചേട്ടന്റെ സിനിമകളെല്ലാം നമുക്ക് ഇഷ്ടമാണ്. മോൻ കണ്ടതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമകൾ ഏതായിരിക്കും പറയാൻ പറഞ്ഞ? അച്ഛന്റെ സിനിമ. ഞാൻ ആക്ച്വലി എനിക്ക് അച്ഛന്റെ സിനിമകളിലെല്ലാം അച്ഛൻ എടുക്കുന്ന പാറ്റേൺ ഇഷ്ടമാണ്. അപ്പൊ എനിക്ക് എല്ലാ സിനിമയോടും അച്ഛൻ ചെയ്ത സിനിമകളുടെ ഒരു ജസ്റ്റിഫിക്കേഷൻ ഉണ്ട്, എനിക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ജസ്റ്റിഫിക്കേഷൻ. അപ്പൊ എനിക്ക് മിക്ക സിനിമകളും അച്ഛൻ്റെ ഇഷ്ടമാണ്. ആ ഒരു പാറ്റേൺ എനിക്ക് ഇഷ്ടമാണ് അച്ഛൻ എടുക്കുന്ന. അപ്പൊ അങ്ങനെ ഇഷ്ടമുള്ള പ്രിയമില്ല ഒരു സിനിമയിലേക്ക്? ഇല്ല, അങ്ങനെയില്ല. അങ്ങനെ പറയുകയാണെങ്കിൽ 6-ാം തമ്പുരാൻ, അങ്ങനെയൊക്കെ. എനിക്കും 6-ാം തമ്പുരാൻ, ഞാനും അതിന്റെ ഒരു ഫാനാണ് 6-ാം തമ്പുരാൻ. പക്ഷെ ചിന്താമണി കൊലക്കേസ് എനിക്ക് ഇഷ്ടമാണ്. അപ്പം അച്ഛൻ്റെ ഒരു എടുക്കുന്ന പാറ്റേൺ എനിക്ക് ഇഷ്ടമാണ്. ഇപ്പൊ അവസാനം എടുത്ത സിനിമയാണെങ്കിലും ഞാൻ അച്ഛന്റെ സിനിമയിൽ അഭിനയിച്ചാട്ടോ. ഞാൻ കണ്ടായിരുന്നു കാപ്പയില്. ഞാൻ കണ്ടായിരുന്നു കേട്ടോ കാപ്പയില്. എനിക്ക് അച്ഛൻ ഒരു വേഷം തന്നാണ്. അച്ഛൻ എന്നോട് പറഞ്ഞു ഒരു സിനിമയിൽ അഭിനയിക്കാന്ന് പറഞ്ഞു. പിന്നെ ഞാൻ പറഞ്ഞു തന്നെ അഭിനയിക്കാന്ന് പറഞ്ഞു. അന്ന് ഞാൻ അച്ഛന്റെ കൂടെ പോയി അഭിനയിച്ച, നമുക്ക് ഇഷ്ടമുള്ള ആളുടെ കൂടെ അഭിനയിക്കാൻ അവസരം കിട്ടി നമ്മൾ കളയരുത് അല്ലേ?
സ്കൂളിലൊക്കെ കോളേജിലൊക്കെ പഠിക്കുമ്പോൾ കലാവാസന സ്കൂളിലൊക്കെ ഇങ്ങനെ ഓരോ സ്കിറ്റിലൊക്കെ ഇങ്ങനെ അഭിനയിച്ച് പഴയ ഹിസ്റ്റോറിക് സീൻസ് ഒക്കെ വരുമ്പോഴത്തേക്ക് അതിലൊക്കെ ഇങ്ങനെ അഭിനയിക്കുമായിരുന്നു. പിന്നെ അച്ഛന്റെ തന്നെ പ്രൊഡ്യൂസ് ചെയ്ത ഒരു ചെറുതായിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. അതായിരുന്നു എന്റെ ആദ്യത്തെ സിനിമ, താക്കോൽ എന്ന് പറഞ്ഞിട്ട്. ഇന്ദ്രജിത്തും മുരളിഗോപിയും അങ്ങളും കൂടെ ഉണ്ടായിരുന്ന ഒരു സിനിമയില് അതിലൊരു ചെറിയ ക്യാരക്ടർ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊരു 5-6 വർഷം മുമ്പാണ്. അതിനുശേഷം പിന്നെ ഇപ്പോഴാണ്. പിന്നെ വേണ്ടാന്ന് വെക്കാനുള്ള കാരണം ഇല്ല, ഞാൻ പഠിക്കായിരുന്നു, അതുകൊണ്ടാണ്. അതെ അതെ. പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ അവസരം വരുമ്പോ ചെയ്യാന്നുള്ള രീതിയിലായിരുന്നു. അത് ഇത്ര നാളിന് ശേഷം ഇപ്പോഴാണ് അവസരം വന്നത്. അതെ, എനിക്ക് എന്റെ 11th 12th കോളേജും ഒക്കെ ആയതുകൊണ്ട്. അപ്പൊ പിന്നെ ഇത് എനിക്ക് തോന്നുന്നു, ഇത് നമ്മള് സിനിമയിൽ അഭിനയിക്കാൻ പറയാൻ ഒരു സ്ഥലത്തും മോനൊന്നും പോസ്റ്റ് ചെയ്തിട്ടില്ല. ഇല്ല ഇല്ല, വീട്ടിൽ നിന്ന് കാര്യം ചെയ്തിട്ടില്ല. എന്താണ്? അല്ല, അങ്ങനെ ആരെയും പറയണ്ട, അങ്ങനെ ഒരു പതുക്കെ ചെയ്യാന്നുള്ള രീതിയിലായിരുന്നു. പതുക്കെ അറിഞ്ഞാൽ മതി, സിനിമ റിലീസിന് അറിഞ്ഞാൽ മതി എന്നാണ് മനസ്സിലുണ്ടായിരുന്നെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ ഇന്ന് വന്ന് ചോദിച്ചപ്പോൾ അത് തന്നെ പറഞ്ഞു, പതുക്കെ മതി, 2 ദിവസമല്ലേ ആയിട്ടുള്ളൂ. 2 ദിവസമല്ലേ ആയിട്ടുള്ളൂ, അതിന്റെ എല്ലാം ആയിട്ട് നമുക്ക് ചെയ്യാന്നുള്ള രീതി. അന്ന് അച്ഛന്റെ സിനിമയിൽ അഭിനയിച്ചു 4 വർഷം മുമ്പ്. ഇന്നിപ്പം വേറെ ലൊക്കേഷനിൽ വന്നു. ഇവിടെ വരുമ്പോൾ ഒരു ഫീൽ എന്താണ്? ഇവിടെ വരുമ്പോഴും എനിക്ക് എല്ലാവരും അത്യാവശ്യം നല്ല സപ്പോർട്ടീവ് ആണ്, എല്ലാവരും ഫ്രണ്ട്ലി ആയി. അപ്പൊ എല്ലാവരുടെയും കൂടെ ആ സെറ്റ് നമുക്ക് അറിയാൻ പറ്റില്ല, എല്ലാവരും അത്ര ഫ്രണ്ട്ലി ആയതുകൊണ്ട് നല്ല രീതിയിൽ തന്നെ പോകുന്നു. അച്ഛന്റെ ലൊക്കേഷനിലൊക്കെ പോകാറുണ്ടായിരുന്നല്ലോ? ഇല്ല ഇല്ല, നമ്മള് അങ്ങനെ അച്ഛന്റെ ലൊക്കേഷനിൽ പോകാറില്ല. ഇതുവരെ പോയിട്ടില്ല? ഇല്ല ഇല്ല. എന്താണ്? ഇല്ല, അച്ഛന് വെറുതെ ഡിസ്റ്റർബൻസ് ആക്കണ്ടല്ലോ. അങ്ങനെ അച്ഛനെ നമ്മൾ അച്ഛന്റെ വർക്കിന് ഡിസ്റ്റർബ് ചെയ്യാറില്ല. അച്ഛൻ അച്ഛന്റെ ഇതിൽ ചെയ്യട്ടെ. ഈ സിനിമാ കാര്യങ്ങൾ വീട്ടിൽ സംസാരിക്കൂ? ഇല്ല ഇല്ല, നമ്മള് വീട്ടിൽ അങ്ങനെ സിനിമ കൊണ്ടുവരത്തില്ല, അച്ഛനത് ഇഷ്ടമല്ല. അച്ഛന് വീട്ടുകാര്യം തന്നെ ചെയ്യണം, സിനിമ കാര്യം നമ്മൾ അങ്ങനെ സംസാരിക്കാം. അമ്മ എന്താണ് പിന്നെ അഭിനയിക്കാത്ത അമ്മയോട് ചോദിച്ചിട്ടുണ്ടോ? ഇല്ല, അമ്മയ്ക്ക് അമ്മയെടുത്തൊരു തീരുമാനമാണെന്ന് എന്നോട് അച്ഛൻ പറഞ്ഞു കേട്ടോ. അതെ, അമ്മയ്ക്ക് അമ്മയുടെ ഒരു പാറ്റേൺ അങ്ങനെ ചെയ്യാനാണ്. അമ്മയ്ക്ക് ഇഷ്ടമുള്ള രീതിയിൽ അമ്മ ചെയ്യുന്നു, അതിൽ നമ്മളും ഇടപെടാറില്ല. അമ്മ ഇടയ്ക്ക് അമ്മ ഇപ്പൊ ഷോസ് ഒക്കെ ചെയ്യുന്നുണ്ട്. അതെ അതെ, നല്ല ഹിറ്റ് പ്രോഗ്രാമുമാണ് അത്, വലിയ ഹിറ്റ് ആവുന്ന പ്രോഗ്രാമാണ്, അത് ചെയ്യുന്നുണ്ട്, അത് സത്യമാണ്. പക്ഷെ ഞങ്ങൾക്ക് അമ്മ തിരിച്ചു വന്നുള്ള ആഗ്രഹക്കാരൻ ഞാൻ ഉൾപ്പെടെ പ്രേക്ഷകർക്ക് അമ്മ തിരിച്ചു വന്നുള്ള ആഗ്രഹം. അമ്മയ്ക്ക് ഇപ്പൊ അഭിനയിക്കണ്ട, അമ്മയ്ക്കിപ്പം നമ്മളെ വീട്ടില് അമ്മയുടെ ഇഷ്ടം അതാണ്. അപ്പം അമ്മ എന്തായാലും എന്റെ ഇടയിൽ ഷോസും ചെയ്യുന്നുണ്ട്, അത് മതി ഒരു തീരുമാനമാണ്. ഈ അച്ഛന്റെ അടുത്ത് ഇപ്പം ഈ സിനിമയുടെ കഥയൊക്കെ കേട്ടല്ലോ, മോൻ കേട്ടു, അച്ഛന്റെ അടുത്ത് കഥ പറഞ്ഞു, ഇതാണ് കഥ അച്ഛാ എന്ന്? ഞാൻ അച്ഛൻ അറിയില്ല ഇതിന്റെ കഥ, ഒന്നും പറഞ്ഞിട്ടില്ല അല്ലേ? അച്ഛനത് ഞാനിങ്ങനെ ഷെബി സാർ വന്ന് കണ്ടു, ഇഷ്ടപ്പെട്ടു, അങ്ങനെ ഓരോ കാര്യത്തിൽ ഓരോ ദിവസത്തെ വിശേഷം പോയി പറയുന്നതല്ലോ, അല്ല അച്ഛന് കറക്റ്റ് ഇതൊന്നും അറിയത്തില്ല. ഒന്നും പറഞ്ഞിട്ടില്ല അല്ലേ? അത് വേണ്ട എന്ന് തോന്നി. അച്ഛനും അങ്ങനെ ചോദിച്ചിട്ടില്ല, ഞാനും അങ്ങനെ പറഞ്ഞിട്ടില്ല. നമുക്കും വേണ്ട. ജ്യേഷ്ഠനും ഡയറക്ഷനാണ്, ജ്യേഷ്ഠനും ഡയറക്ഷൻ മേഖലയിലേക്കാണ്, മോൻ അഭിനയ മേഖലയൊക്കെ. ഇനി ഒരാളും കൂടെ ഉണ്ട്, അദ്ദേഹത്തിന് എന്താണ്? ഇല്ല, ചേട്ടൻ പഠിക്കുക, രണ്ടാമത്തെ ചേട്ടൻ ഇപ്പം എൻട്രൻസിന് എഴുതിയിട്ട് വെയിറ്റ് ചെയ്യാം. ചേട്ടൻ ഇപ്പൊ സിവിൽ സർവീസ് ഒക്കെ കയറാൻ വേണ്ടിട്ട് ചേട്ടൻ ഇങ്ങനെ ഓരോ സ്റ്റെപ്പായിട്ട് ഫുൾ പഠിത്തത്തിന്റെ ഇതാണ്. ചേട്ടൻ എന്ത് പറഞ്ഞു? സപ്പോർട്ടീവ് ആയിരുന്നു. ചേട്ടൻ പറഞ്ഞു, കിട്ടിയ ഓപ്പർച്യൂണിറ്റി അല്ലേ, കളയണ്ട, ട്രൈ ചെയ്ത് നോക്കൂ, ചെയ്യാണെങ്കിൽ നമുക്ക് ചെയ്യാന്നുള്ള രീതിയിൽ അത്രയും പറഞ്ഞു. അഭിനയിക്കാൻ വരുമ്പോൾ നമുക്കൊരു ക്യാമറയ്ക്ക് മുമ്പിൽ ഇതൊന്നും നിന്നിട്ടുണ്ടെങ്കിലും ഞാൻ പറയണം, അഭിനയിക്കാൻ വരുമ്പോൾ നമുക്ക് പരിചയമില്ലാത്തവരായിരിക്കും അപ്പുറം നിൽക്കുമ്പോൾ. അങ്ങനെ വരുമ്പോൾ നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാകാറുണ്ട്. ഫസ്റ്റ് ഉണ്ടായിരുന്നു, പിന്നെ എല്ലാവരും ഫ്രണ്ട്ലി ആയതിനു ശേഷം ഇപ്പൊ അത് കുഴപ്പമില്ല. ഷെബി സാറും അത്യാവശ്യം നല്ല സപ്പോർട്ടീവ് ആണ്, എന്റെ കൂടെ അഭിനയിച്ച എല്ലാവരും സപ്പോർട്ടീവ് ആണ്. അപ്പൊ എല്ലാവരും ഫ്രണ്ട്ലി ആയിട്ട് നിൽക്കുമ്പോഴത്തേക്ക് നമുക്ക് അങ്ങനത്തെ ഒരു ഫീൽ വരത്തില്ല. ഈ അച്ഛൻ ഇടയ്ക്ക് ഡയറക്ഷൻ ഒന്ന് മാറി നിന്നിരുന്നു, കുറെ നാള് മാറി നിന്നിരുന്നു, എന്നിട്ടാണ് കാപ്പയിലൂടെ തിരിച്ചു വരുന്നത്. അത് എന്തുകൊണ്ടായിരുന്നു അച്ഛനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു? ഇല്ല, അച്ഛൻ അങ്ങനെ മാറി നിന്നില്ല. അച്ഛൻ തമിഴ് സിനിമ ചെയ്തിട്ടുണ്ടായിരുന്നു, അപ്പൊ 2 വർഷം എടുത്തു ആ തമിഴ് സിനിമ തീർക്കാൻ തന്നെ. അപ്പൊ 2 തമിഴ് സിനിമയായി, പിന്നെ അച്ഛൻ ഞാൻ പറഞ്ഞ പ്രൊഡ്യൂസ് ചെയ്ത സിനിമയായി, പിന്നെ കോവിഡായി, അങ്ങനെയാണ് ഈ ഗ്യാപ്പ് വന്നത്. അച്ഛൻ മാറി നിന്നായിട്ട് എനിക്ക് തോന്നുന്നില്ല. അച്ഛൻ ഇങ്ങനെ ഓരോ ഡിസ്കഷൻസ് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴും ഈ സിനിമാ കഥകള് വീട്ടിലിരുന്ന് അച്ഛനെടുത്ത സിനിമകൾ കാണാറുണ്ട് ഒരുമിച്ചിരുന്നു? അച്ഛൻ ഇവിടെ നിന്ന് സിനിമകളൊക്കെ കാണും. അപ്പൊ അഭിപ്രായങ്ങൾ പറയൂ? നമ്മുടെ അഭിപ്രായങ്ങൾ അച്ഛനടുത്ത് പറയും. അച്ഛൻ്റെ അടുത്ത് പറയും. അങ്ങനെ ഒരു അഭിപ്രായം ഓർത്തെടുക്കാൻ പറയാം, ഏതായിരിക്കും ഓർത്തെടുക്കുക? ഇല്ല, അങ്ങനെ നമ്മള് റാൻഡം ആയിട്ടിരുന്ന ഓരോ സിനിമകൾ, ഇപ്പൊ പുതിയ സിനിമകൾ OTT വരുമ്പോ അങ്ങനെയൊക്കെ ഇരുന്ന് കാണത്തേ ഉള്ളൂ. നമ്മളുടെ അഭിപ്രായം ഞങ്ങൾ അങ്ങനെ അച്ഛനടുത്ത് ഇങ്ങനെ ചുമ്മാ സജഷൻ അങ്ങനെ ആയിരുന്നു. ഇങ്ങനെ ഓരോ സിനിമകൾ ഞങ്ങള് ബ്രദേഴ്സ് എല്ലാ സിനിമകളും കാണും, എന്നിട്ട് അച്ഛനോട് വിളിച്ച് റിവ്യൂസ് ഒക്കെ പറയും. അപ്പൊ അച്ഛനെല്ലാം അറിയണമല്ലോ, അങ്ങനെ ചെയ്യും. അങ്ങനെ എല്ലാം പറയാറുണ്ട്. അങ്ങനെ അച്ഛനോട് പറഞ്ഞേക്കണ, ഇപ്പൊ പറഞ്ഞല്ലോ, അച്ഛനോട് പറഞ്ഞേക്കണ ഒരു ഓർമ്മ എന്തായിരിക്കും? ഇപ്പം പല സിനിമയും ഒരുമിച്ചത് കണ്ട് അച്ഛൻ അത് ആ സീനുകൾ ഇങ്ങനെ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞൊരു ഓർമ്മയുണ്ടോ? ഇപ്പൊ ഓർത്തെടുക്കാനൊന്നും ഓർമ്മ കിട്ടുന്നില്ല. പക്ഷെ നമ്മളെല്ലാം ഇങ്ങനെ ഡിസ്കസ് ചെയ്യും, അത്രേ ഉള്ളൂ. അല്ല, നമ്മള് മെയിൻ സിനിമ ഒരു ടോപ്പിക്കായിട്ട് വീട്ടിൽ അങ്ങനെ ഡിസ്കസ് ചെയ്യാറില്ല, എടുക്കാറില്ല. പക്ഷെ എനിക്ക് ഇപ്പോഴും ഒരു കൗതുകം തോന്നിയത്, അച്ഛന്റെ ലൊക്കേഷനിൽ ഇന്നുവരെ പോയിട്ടില്ല എന്നൊരു ഭയങ്കര കൗതുകമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. നമ്മളങ്ങനെ അച്ഛനെ ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ലല്ലോ, അച്ഛൻ്റെ വർക്ക് ചെയ്യല്ലേ.
അപ്പൊ നമ്മൾ അങ്ങനെ പോവാറില്ല. ഡെയിലി വിളിക്കുകയൊക്കെ ചെയ്യും ഷൂട്ടിംഗ് സ്ഥലത്ത് നിന്നൊക്കെ വിളിച്ചിട്ട്? അപ്പോഴും ചോദിക്കില്ല അല്ലെ? ഇല്ല, നമ്മള് വീട്ടിലെ കാര്യങ്ങൾ അച്ഛനടുത്ത് പറയാനും അച്ഛൻ നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ ചോദിക്കാനാണ് വിളിക്കുന്നത്. നമ്മളങ്ങനെ സിനിമയുടെ കാര്യങ്ങളൊന്നും ചോദിക്കാറില്ല. ഇപ്പൊ നമ്മൾ ഈ സിനിമയിലേക്ക് വന്നല്ലോ, ഈ സിനിമയിലേക്ക് വന്നും എനിക്ക് പറ്റിയൊരു വേഷമാണ് നമ്മൾ സ്വയം കഥ കേട്ടപ്പോൾ മനസ്സിലായിട്ടാണല്ലോ വരുന്നത്, എനിക്ക് ചെയ്യാൻ പറ്റും എന്നൊരു ധൈര്യത്തോടു കൂടിയാണല്ലോ വരുന്നത്. അങ്ങനെ ഒരു ധൈര്യം ഉണ്ടാകാൻ ഈ കഥയിൽ ഏത് പോയിന്റാണ് കഥ പറഞ്ഞ മോന് എനിക്ക് ഷെബി സാർ തന്നെയാണ്, ഡയറക്ടർ തന്നെയാണ്. പുള്ളിയാണ് പറയുന്നത് നമുക്ക് ചെയ്ത് നോക്കാം എന്തായാലും വരൂ. അങ്ങനെ പുള്ളിയുടെ ഒരു ധൈര്യത്തിലാണ് ഞാനും വന്നത്. ആ ഒരു ധൈര്യമാണ് നമുക്ക്. ഇനിയിപ്പം സിനിമകൾ ഇപ്പൊ 2 ദിവസം ആയുള്ളൂ, എനിക്ക് എന്തായാലും വരാം, സിനിമ ചെയ്തു വരാണ് എല്ലാവരും വരാം. ഇനി സിനിമകൾ ചെയ്യണമെന്നുള്ള മനസ്സിൽ ആഗ്രഹം ഉണ്ടോ? ഇനിയും സിനിമകൾ ചെയ്യണം? ഞാൻ ഓപ്പർച്യൂണിറ്റീസ് ഒന്നും അത് കളയാതെ ചെയ്യാനായിട്ട് ഒരു സംഭവമുണ്ട്. പക്ഷെ ഇപ്പം പഠിത്തമാണ് ഇപ്പൊ ഞാൻ മെയിൻ ആയിട്ട് പ്രയോറിറ്റൈസ് ചെയ്യുന്നത്. ഇതെല്ലാം കഴിഞ്ഞിട്ട് അവസരം കിട്ടുമ്പോ ചെയ്യാം. ആക്റ്റീവായിട്ട് നിൽക്കാൻ തന്നെ തീരുമാനിച്ചു. ഈ മുരുകനങ്ങളാണ് പരിചയപ്പെടുത്തിയെന്ന് പറഞ്ഞല്ലോ, ഈ മുരുകനങ്ങൾ എങ്ങനെയാണ് നമുക്കുള്ളിൽ ഒരു അഭിനയ കല ഉണ്ടെന്ന് മനസ്സിലാക്കാനുള്ള കാരണം എന്നാണ്? ഇല്ല, മുരുകനങ്ങൾ നമ്മൾ കൊച്ചിലോട്ട് കാണുന്ന വ്യക്തിയാണ്. മുരുകനങ്ങൾ തന്നെയാണ് എന്റെ മറ്റേ സിനിമയിലും താക്കോലിന്റെ സിനിമയിലും അവിടെ കൊണ്ടേ മുരുകനങ്ങൾ തന്നെയാണ് അച്ഛൻ്റെ അടുത്ത് ഏൽപ്പിച്ചു. അപ്പൊ മുരുകനങ്ങൾ അച്ഛനെ വിളിച്ചു പറഞ്ഞു, അച്ഛൻ എന്നെ വിളിച്ചു പറഞ്ഞു, പിന്നെ മുരുകനങ്ങൾ എന്നെ വിളിച്ചു, ഇങ്ങനൊരു ഡയറക്ടർ കാണാൻ വരുന്നുണ്ട്, കണ്ടു നോക്ക്. അങ്ങനെയാണ് ഇതിലോട്ട് വന്നത്. ഇപ്പൊ കൂട്ടുകാർ ആരും അറിഞ്ഞിട്ടില്ല? ഇല്ല, ആരും അറിഞ്ഞിട്ടില്ല. ഇനിയിപ്പോ ഇത് കഴിയുമ്പോ അറിയും. ഇത് കഴിയുമ്പോ എല്ലാരും അറിയാം. ഇത് കഴിയുമ്പോ എല്ലാരും അറിയുന്നുള്ള അതല്ലേ. ഈ സോഷ്യൽ മീഡിയ ഒക്കെ ആക്റ്റീവ് അല്ലേ? അതെ. നിങ്ങള് എനിക്കൊന്ന് നിങ്ങള് ഒരു വീഡിയോനും ഫോട്ടോ ഇട്ട് ഭയങ്കര വൈറലായിരുന്നല്ലോ അല്ല? അങ്ങനെ ഒരു ഞാൻ ഷാജി സാറിന്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്, മക്കളെല്ലാരും കൂടെ ഒരു ഫോട്ടോ ഇട്ട് അങ്ങനെ എന്തൊരു വൈറലായ ഒരു സംഭവം ഉണ്ടായിരുന്നല്ലോ അല്ലെ? അത് ഭയങ്കര കമന്റുകൾ വൈറലായല്ലോ. അത് അങ്ങനെ ഇടാനൊരു തീരുമാനം ഉണ്ടായത് എങ്ങനെയാണ്? അത് നമ്മള് ഓണത്തിന് എന്തോ എടുത്ത ഫോട്ടോ ചേട്ടന്റെ അക്കൗണ്ടിൽ ചുമ്മാ ഇട്ടതാ. അപ്പം അതെല്ലാരും കണ്ട് ഇഷ്ടപ്പെട്ടു ആ ഫോട്ടോ. അത് അത്ര ആവുന്ന ഓർത്തില്ല നമ്മള്? ഇല്ല, ഒന്നും ഓർത്തില്ല. നമ്മള് ചുമ്മാ ഓണത്തിന് എടുത്ത ഫോട്ടോ അങ്ങനെ എടുത്തിട്ടാ, വീട്ടിൽ തന്നെ ഉള്ള ക്യാമറയിൽ എടുത്ത് അങ്ങനെ ഇട്ടതാ. വേറെ എന്തൊക്കെയാണ് ഹോബീസ്? ഇപ്പൊ അങ്ങനെയൊന്നുമില്ല. ഞാനിപ്പോ ഫുൾ പഠിക്കാന്നുള്ള സംഭവമായിരുന്നു. ഞാനിപ്പോ BBA ആണ് പഠിക്കുന്നത്. അപ്പം അതിലോട്ട് ഇങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ള ഒരു സംഭവമാണ്. പിന്നെ ഇടയ്ക്ക് ക്രിക്കറ്റ് കളിക്കും, സിനിമകൾ കാണാം, പിന്നെ ഓരോ സോഷ്യലി എന്തൊക്കെ നടക്കുന്നു എന്നുള്ള നോക്കും. നമുക്ക് ആരെ പോലെ ആകണമെന്നൊരു ആഗ്രഹമുണ്ട്. അപ്പൊ എനിക്ക് ഷാജി ചേട്ടനെ പോലെ ആകണമെന്ന് ആഗ്രഹമുണ്ട്. നല്ല ഡയറക്ഷനൊക്കെ വന്നത് എന്നെ കൊണ്ട് കഴിയില്ല എന്ന് ഞാൻ വിശ്വസിക്കും. അങ്ങനെ നമുക്കൊരു ആഗ്രഹം ഉള്ളത് എന്തായിരിക്കും? എനിക്ക് അങ്ങനെ ആഗ്രഹങ്ങളൊന്നും ഇല്ല, എല്ലാം നടക്കുന്ന പോലെ നടക്കട്ടെ. പോകുന്ന വഴി നമ്മളങ്ങ് പോകും, അത്രേ ഉള്ളൂ. അതിന്റെ അപ്പുറത്തേക്കൊന്നുമില്ല, വന്നെടുത്ത് വെച്ച് കാണാം. അത് നല്ല ധൈര്യമാണ് കേട്ടോ. ആ വാക്ക് ഞാനാണ് പറഞ്ഞില്ല അവിടെ, ഞാൻ പറഞ്ഞ സപ്പോർട്ട് ചെയ്യാത്. അതാണ് ഒരു ധൈര്യം നമുക്ക് അല്ലേ? ഈ ഇത്രയും നാള് സിനിമ കുടുംബത്തിൽ ജനിച്ചു, സിനിമയായിട്ട് ചേർന്ന് പോയി, വൈകിപ്പോയി എന്ന് തോന്നുന്നുണ്ടോ? ഇല്ല, നമ്മള് അച്ഛനും അമ്മയും ഒരിക്കലും പറഞ്ഞിട്ടില്ല സിനിമയിലോട്ട് വരൂ, സിനിമയിൽ അങ്ങനെ നമ്മുടെ ഇഷ്ടമാണ് വീട്ടില്. അപ്പൊ എനിക്കും സിനിമയിലോട്ട് വരണമെന്ന് എനിക്ക് എന്റെ മൈൻഡിലും ഇല്ല. ഞാൻ ഇത് കഴിഞ്ഞ് കോളേജിലോട്ട് പഠിക്കാൻ പോയി. അപ്പൊ ഞാൻ ആ ഒരു ലൈനിൽ പോവാന്ന് വെച്ചപ്പോ ഈ ഒരു അവസരം കിട്ടിയപ്പോ വന്നേ ഉള്ളൂ. അച്ഛന്റെ ആക്ഷൻ സിനിമയോടാണ് താല്പര്യം? അച്ഛൻ ചെയ്യുന്ന മിക്ക അച്ഛൻ കോമഡി ചെയ്തിട്ടുണ്ട്, ഡോക്ടർ പശുപതിയൊക്കെ ചെയ്തിട്ടുണ്ട്, അതും സൂപ്പർ ഹിറ്റ് ആയിട്ടുണ്ട്. അച്ഛന് നല്ല ഹ്യൂമർ സെൻസ് ആണ്. അച്ഛന്റെ ആ സിനിമകളും എനിക്ക് ഇഷ്ടമാണ്. തമാശകൾ വീട്ടിൽ പറയോ? പിന്നെ അച്ഛൻ ഈ ആക്ഷൻ സിനിമകളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അച്ഛൻ അങ്ങനത്തെ ആളല്ല. അച്ഛൻ നല്ല ഹ്യൂമർ സെൻസ് ഒക്കെ ഉള്ള അച്ഛന് വീട്ടിൽ കംപ്ലീറ്റ് ഡിഫറെന്റ് ആളാണ്. അതല്ലേ, വേറെ ആളാണ് വീട്ടിൽ വരുമ്പോ. പുറത്ത് കാണുന്ന സിനിമ ഡയറക്ഷൻ പോലത്തെ ആളെ അല്ല വീട്ടിൽ വരുമ്പോ. അച്ഛൻ വഴക്ക് പറഞ്ഞിട്ടില്ലേ? പിന്നെ എന്തിനാണ് വഴക്ക് ഏറ്റവും കൂടുതൽ കേട്ടിരിക്കുന്നത്? അച്ഛൻ അങ്ങനെ വഴക്ക് പറയല്ല. അച്ഛൻ എന്തെങ്കിലും നമ്മള് അച്ഛന് ഇഷ്ടമില്ലാത്ത കാര്യം ചെയ്ത് അച്ഛൻ്റെ ഒരു സൈലൻസ് ഉണ്ട്, അത് ഭയങ്കര നമുക്ക് ഫീൽ ചെയ്യും. അവിടെ നമ്മൾ മനസ്സിലാക്കണം. അതെ, അവിടെ നമ്മൾ മനസ്സിലാക്കണം. പിന്നെ അച്ഛൻ ഒരു സൈലൻസ് ആണ്, അത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും. എത്ര സമയം സൈലന്റ് ആയിട്ടിരിക്കും അത് നമുക്ക് പറയാൻ പറ്റില്ല. നമ്മള് പിന്നെ അച്ഛൻ്റെ അടുത്ത് പോയി സോറി ഒക്കെ പറഞ്ഞ് അങ്ങനെ അച്ഛനെ ആ സൈലൻസ് മാറ്റിയെടുക്കുകയാണ്. ഇനി അങ്ങനെ ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞ്. അപ്പൊ അമ്മ എന്ത് പറയും? അമ്മയെ നമ്മുടെ കൂടെ സപ്പോർട്ട് ചെയ്ത് നിൽക്കും, എങ്ങനെയെങ്കിലും സോൾവ് ആക്കണം അല്ലേ? അച്ഛൻ അങ്ങനെ ദേഷ്യപ്പെടാറില്ല, അച്ഛൻ്റെ ഒരു സൈലൻസ് ആണ്. അല്ല, നമുക്ക് എന്തെങ്കിലും പറഞ്ഞാൽ അപ്പൊ തീരും, പറയാതിരിക്കുമ്പോൾ നമ്മൾ എന്താണ് അച്ഛൻ ഇങ്ങനെ അല്ലേ? അത് ഭയങ്കര വേദന നമുക്ക് ഉണ്ടാവും മനസ്സിൽ. അത് ശരിയാണ് ഈ പറഞ്ഞത്. നമുക്ക് പെൻഡോണാണെങ്കിൽ ദേഷ്യപ്പെട്ട് അവിടെ പറഞ്ഞാൽ തീരും അല്ലെ? അങ്ങനെ ഇരിക്കുമ്പോ ഒരു ടെൻഷൻ അടിക്കാറുണ്ടല്ലേ? അച്ഛനിൽ നിന്നും ഏറ്റവും കേട്ടിരിക്കുന്ന ഉപദേശം എന്തായിരിക്കും? ഏറ്റവും കേട്ടിട്ടുള്ള ഉപദേശം അങ്ങനെ ചോദിച്ചാ, അച്ഛൻ അങ്ങനെ ഓരോ സിറ്റുവേഷൻസ് വെച്ചാണ് അച്ഛൻ പറഞ്ഞു തരാറ് മെയിൻലി. ഇപ്പൊ ഇങ്ങനെ അച്ഛൻ ഇതിൽ നല്ല രീതിയിൽ പോവും, ഒരിക്കലും ചീത്തയാവരുത്. അങ്ങനത്തെ ഒരു സംഭവം അച്ഛൻ ഇങ്ങനെ ഓരോ സിറ്റുവേഷൻസ് വെച്ച് റിലേറ്റ് ചെയ്ത് പറഞ്ഞു തരും. ഇങ്ങനെയൊക്കെ കണ്ടാവും, ബാക്കി നിന്റെ ഇഷ്ടമാണ്, നിനക്ക് ചെയ്യാം. ഞാൻ പറയാനുള്ളത് പറഞ്ഞു.
അച്ഛൻ ആ ഒരു സിറ്റുവേഷൻസ് ഇങ്ങനെ പറഞ്ഞു തരും, കാണിച്ചു തരും. അതാണ് മെയിൻ ആയിട്ട്. സ്കൂളിലും കോളേജിലൊക്കെ ഷാജി കൈലാസിന്റെ മോനാണ് എന്നൊരു എന്താണ് മറ്റുള്ളവരിൽ നിന്ന് നമുക്കൊരു കാര്യങ്ങൾ കിട്ടാറില്ലേ? ഇല്ല, അങ്ങനെ ആർക്കും അറിയത്തില്ല ഇങ്ങനെ ആളുടെ മോളാണെന്ന്. ഞാനായിട്ടൊക്കെ നിൽക്കത്ത. അതെയോ? അതെ, ആകെ കുറച്ചു പേർക്കൊക്കെ അറിയാം. സ്റ്റിൽ അതൊരു ഫാക്ടർ അല്ല. എല്ലാവരും സ്റ്റുഡൻസിനെ പോലെ തന്നെ നമ്മൾക്കും. അല്ല, എന്തെങ്കിലും പരിപാടിക്ക് അല്ലെങ്കിൽ പ്രിൻസിപ്പള് അല്ലെങ്കിൽ അധ്യാപകർ നമുക്കൊരു ഗസ്റ്റിനെ കൊണ്ടാണ് ഒന്നും അച്ഛൻ്റെ അടുത്ത് പറയാം, അങ്ങനെയൊക്കെ പറയാറുണ്ടോ? ഇല്ല, അങ്ങനെ ഒന്നും പറയാറില്ല. അങ്ങനെ പറഞ്ഞാലും പോലും അച്ഛനും അമ്മയും വരത്തില്ല. അച്ഛനും അമ്മയും അങ്ങനെ ഒരു പരിപാടിക്കും പോകാറുമില്ല. ഇല്ല, അങ്ങനെ ഒന്നും ചെയ്യാറില്ല. അങ്ങനെ ഒന്നും പറയാറുമില്ല. മറ്റത് നമ്മളൊക്കെയാണ് നമ്മുടെ സ്കൂളിൽ നിന്നൊക്കെ വിളിച്ചു പറയും, നമുക്കറിയാവുന്ന ഒരു സുഹൃത്തിനെ കിട്ടുമെന്നൊക്കെ ചോദിക്കും. ആ കാലഘട്ടമാണ് ഇപ്പം. അങ്ങനെ ഒന്നും ചോദിക്കാറില്ല. ഫ്രണ്ട്സ് എടുത്തു പറയാണ്, എത്ര ഫ്രണ്ട്സാണ് നമുക്ക് ആത്മാർത്ഥമായ ഫ്രണ്ട്സുകൾ കുറെ ഉണ്ടാവും? ഇല്ല, എനിക്ക് അങ്ങനെ വലിയ ഫ്രണ്ട്സൊക്കെ ഉള്ള ആളൊന്നും അല്ല. കുറച്ച് ഫ്രണ്ട്സ് അത്രേ ഉള്ളൂ. ആകെ കുറച്ച് ഫ്രണ്ട്സിന്റെ ഇടയിൽ നിൽക്കുന്ന വ്യക്തിയാണ്. ഇത്ര ഫ്രണ്ട്സ് ഞാൻ അങ്ങനെ എല്ലാവരുമായിട്ട് മിങ്കിളൊന്നും പോകാറില്ല. അങ്ങനെ നിൽക്കുന്ന എന്താണ് അങ്ങനെ വേണ്ട എന്ന് തോന്നണാണ് നമുക്ക്? എന്റെ ഒരു നേച്ചർ അങ്ങനെയാണ്. ഞാൻ അങ്ങനെ വലിയായിട്ട് ഫ്രണ്ട്സ് സർക്കിൾസ് ഒന്നും വെക്കാത്ത ആളാണ്. അമ്മ തന്നിരിക്കുന്ന ഉപദേശം എന്തായിരിക്കും? അച്ഛൻ തന്ന ഉപദേശം നേരത്തെ പോലെ അമ്മ പറഞ്ഞിരിക്കുന്ന ഉപദേശം എന്തായിരിക്കും? അമ്മയും ഇതൊക്കെ തന്നെ പറയാറുള്ളൂ. അമ്മയും എല്ലാം കാണിച്ചു തരും. ഇതൊക്കെയാണ് ഈ സമൂഹത്തിൽ നടക്കുന്ന, ഇതൊക്കെയാണ്, ഇതൊക്കെ നീ നോക്കിക്കോ, അങ്ങനെ റിലേറ്റ് ചെയ്ത് പറയുന്നേ ഉള്ളൂ. അങ്ങനെ ഉപദേശമായിട്ട് നമുക്ക് ആർക്കും അങ്ങനെ തന്നിട്ടില്ല. ഓരോ സംഭവങ്ങൾ ചൂണ്ടിക്കാണിച്ച് പറയും, ഇതൊക്കെയാണ് നടക്കുന്നത് കേട്ടോ മോനെ, നോക്കണം. അതെ അല്ലേ? അതെ. അമ്മ അഭിനയിച്ച സിനിമയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ ഏതാണ്? അമ്മ അഭിനയിച്ച സിനിമയിൽ എനിക്ക് മഴയത്ത് മുൻപേ ഏറ്റവും ഇഷ്ടപ്പെട്ട, അതില് അടിപൊളി ക്യാരക്ടറായിരുന്നു. അത് പിന്നെയും കാണുമ്പോൾ വീണ്ടും അല്ലെ, നമുക്ക് എത്ര കണ്ടാലും മതിവരാത്ത സീനുകളായിരുന്നു അതിനകത്ത്, അല്ലെ? അമ്മയുടെ അടുത്ത് അതിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ടോ? ഇല്ല, അമ്മയ്ക്ക് അങ്ങനെ സംസാരിക്കുന്ന ഇഷ്ടമല്ല. അതിനെ കുറിച്ച് നമ്മളെ വീട്ടില് അങ്ങനെ നമ്മൾ സംസാരിക്കാറോ അങ്ങനെയൊന്നുമില്ല. സ്റ്റിൽ അമ്മയ്ക്ക് നമ്മളിങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറയും, അല്ലാതെ അതിലോട്ട് കൂടുതൽ അങ്ങനെ പോകാറില്ല. ഈ അച്ഛനെ സംബന്ധിച്ചിടത്തോളം അച്ഛന്റെ ഒരു യാത്ര ഡയറക്ഷനിലേക്ക് പോകണം, അമ്മ ഇപ്പോ ആണെങ്കിൽ ഷോ ഒക്കെ ചെയ്തു പോകുന്നു. രണ്ട് യാത്രയാണ്. ഇവർ രണ്ടുപേരും വീട്ടിൽ ഒന്നിക്കുമ്പോൾ സിനിമയോ ഇവരുടെ ഷോയെ കുറിച്ച് ഒന്നും സംസാരിക്കാറില്ല, അല്ലെ? ഇല്ല. അമ്മ ഗസ്റ്റുകൾ ആവശ്യപ്പെടും അച്ഛൻ്റെ അടുത്ത്, എന്റെ ഇന്നത്തെ ആനി കിച്ചണിൽ നമുക്ക് ഇന്നാളെ കിട്ടിയാൽ കൊള്ളാം, അമ്മ ആവശ്യപ്പെട്ടു. അതിലൊന്നും ഇടപെടില്ല, എല്ലാം ചാനലുകാരാണല്ലോ ചെയ്യുന്നത്. അമ്മ അങ്ങനെ ചാനലുകാർ ചിലപ്പോൾ അമ്മയെ കൊണ്ട് നമുക്ക് ഇല്ല, അങ്ങനെ ഇതൊരിക്കും ആരെയും വിളിക്കുന്നതായിട്ട് അങ്ങനെ കേട്ടിട്ടില്ല, അല്ലെ? ഈ ജ്യേഷ്ഠനാണല്ലോ ഡയറക്ഷനിലേക്ക് പോയേക്കണം. ജ്യേഷ്ഠന്റെ ഒരു ഡയറക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ കാത്തിരിക്കണം, ആ സിനിമ ഇറങ്ങാൻ വേണ്ടി കാത്തിരിക്കണം. ചേട്ടൻ അത്തരം ഒരു കഴിവിലേക്ക് ഉണ്ട് എന്ന് തിരിച്ചറിയുന്നത് അച്ഛനാണോ? ഇല്ല, ചേട്ടൻ അതിനുവേണ്ടി കഷ്ടപ്പെട്ട് ചേട്ടൻ തന്നെ ഓരോ ആൾക്കാരെ കൊണ്ടുവന്ന് ചേട്ടൻ ചെയ്ത സംഭവങ്ങൾ. അച്ഛനായിട്ട് അത് ഇടപെട്ടിട്ടേ ഇല്ല. ചേട്ടന്റെ മാത്രം ഇതാണത്. ചേട്ടൻ അങ്ങനെ ഇതിനോട് ഇഷ്ടം ഉണ്ടായിരുന്നു, ഇങ്ങനെ ഒരു സംഭവം ചെയ്യണം. നമ്മൾ ബ്രദേഴ്സ് തമ്മിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കോൺവെർസേഷൻ ലക്ക് ചെയ്ത് വരും. അപ്പം ചേട്ടനായിട്ട് ചെയ്ത ഒരു സബ്ജക്റ്റ് ആണ്. അച്ഛനും അമ്മയും അതിൽ ഇടപെട്ടിട്ട്. നിങ്ങൾ മൂന്നുപേരും ഇതൊക്കെ സംസാരിക്കും? ഞങ്ങൾ ബ്രദേഴ്സിന്റെ ഇടയിൽ എപ്പോഴും ടോക്കൊക്കെ ഉണ്ടാവും, സിനിമ ടോക്കൊക്കെ അല്ലേ? അച്ഛൻ ചെയ്ത സിനിമയെ കുറിച്ച് സംസാരിക്കും, എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യും. നിങ്ങൾ മൂന്നുപേരിൽ ഒതുങ്ങുവാണ് സംസാരം? അതെ. അപ്പം ഇവര് ചോദിക്കില്ല നിങ്ങൾ എന്തായി സംസാരിക്കാന്നൊക്കെ ചോദിക്കില്ലേ? ഇല്ല, നമ്മൾ ബ്രദേഴ്സ് കംപ്ലീറ്റ്ലി വേറെ ആണല്ലോ, അതിലോട്ട് ഇടപെടാറില്ല. ഏറ്റവും ഇഷ്ടമാരെ ഏതില്ലേ? ബ്രദേഴ്സിലെ ഏറ്റവും ഇഷ്ടം? അങ്ങനെയൊക്കെ ചോദിച്ചാൽ പറയാം, രണ്ടുപേരും നമുക്ക് ഇഷ്ടം. രണ്ടുപേരും നമ്മള് ബ്രദേഴ്സല്ല. അമ്മയും അച്ഛനും എന്തെങ്കിലും നിങ്ങളോട് പറയാതെ കൂടി യാത്ര ചെയ്തിട്ടുണ്ടോ? ഇല്ല, നമ്മള് ഫാമിലി ആയിട്ട് പോകും, എല്ലാം ഒരുമിച്ചേ പോകും, ഒരുമിച്ചുള്ള യാത്ര. അതാണ് എല്ലാവർക്കും ഇഷ്ടം. ഞങ്ങൾ ഒറ്റയ്ക്ക് ഒരിക്കലും പോയിട്ടില്ല, നമ്മൾ എവിടെ പോകണമെങ്കിലും ഒരുമിച്ചേ പോയിട്ടുള്ളൂ. ഒരുമിച്ചുള്ള യാത്ര ഒരുമിച്ചേ പോയിട്ടുള്ളൂ. അല്ല, അവർക്കൊരു സ്വാതന്ത്ര്യമായിട്ട് പൊക്കോട്ടെ എന്നുള്ളത് നിങ്ങൾ പറയില്ല? ഇല്ല, അവർക്കും ഇഷ്ടം നമ്മൾ ഒരുമിച്ച് പോകുന്നതാണ്. ഒരുമിച്ച് ഫാമിലി ആയിട്ട് പോകുന്നതാണ് സന്തോഷം. അപ്പൊ അങ്ങനെ പോകത്തുള്ളൂ. ഈ സോഷ്യൽ മീഡിയയിൽ ഒത്തിരി കമന്റുകൾ വരും. കാപ്പ ഇറങ്ങിയപ്പോൾ ഒത്തിരി കമന്റുകൾ, അച്ഛനെതിരെ കമന്റുകൾ വരും. മറ്റേ ഈ കമന്റുകളൊക്കെ കാണുമ്പോൾ എന്താ തോന്നുന്നു? എല്ലാം അച്ഛനും കാണും, അത് ആസ്വദിക്കും. അച്ഛൻ അതെല്ലാം ഓരോ ഇംപ്രവൈസ് ചെയ്യാൻ പറ്റുന്ന സംഭവമാണ്. അച്ഛൻ എല്ലാം കാണും. നമ്മൾ അച്ഛൻ കണ്ടില്ലെങ്കിൽ അച്ഛൻ അയച്ചു കൊടുക്കും, അതൊക്കെ വരുന്നുണ്ട്. അച്ഛനും അമ്മയും എല്ലാം കാണും, ഈ കമന്റ്സ് എല്ലാം കാണും. ഈ കാപ്പ ഇറങ്ങിയതിനു ശേഷം കുറെ ട്രോളുകൾ വന്നല്ലോ, അപർണ പാലമുന്നിനൊക്കെ വെച്ച് കുറെ ട്രോളുകൾ വന്നല്ലോ. അതൊക്കെ ഞാൻ അച്ഛനോട് ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നു എന്നോട് അച്ഛൻ പറഞ്ഞത്. അച്ഛനെല്ലാം കാണും, അച്ഛന് അറിയാം അതൊക്കെ നടക്കുന്നുണ്ട്, എല്ലാം അച്ഛനറിയാം. ഈ സിനിമാ കുടുംബത്തിൽ നിന്നായതുകൊണ്ട് ഒരു കാര്യം ചെയ്യാം, സിനിമ എന്ന് പറയുന്നത് വലിയൊരു കടലാണ്, അല്ലെ? ആ തിരമാലയ്ക്കൊപ്പം നമ്മൾ പൊങ്ങിയും താന്നും പോകണം, എങ്കിലും സിനിമയിൽ പിടിച്ചിരിക്കാൻ പറ്റും. അതൊരു പാഠം ഉൾക്കൊണ്ടിട്ടില്ല. അത് അച്ഛനും പറഞ്ഞിട്ടുള്ള സംഭവമാണ്, അച്ഛനും അമ്മയും പറയുന്ന സംഭവമാണ്. സിനിമ ഒരിക്കലും ഒരു പെർമനന്റ് ഒരു ജോബല്ല, അത് ഒരിക്കലും നമ്മുടെ പെർമനന്റ് കൂടെ ഉണ്ടാകത്തുമില്ല. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഈ പഠിത്തത്തിലോട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അപ്പം അത് നമുക്ക് എപ്പോഴും ഒരു ബാക്കപ്പ് പ്ലാൻ വേണം. സിനിമയിൽ ഒരിക്കലും വിശ്വസിക്കരുത് എന്നുള്ളത് അച്ഛൻ പറഞ്ഞിട്ട്, അച്ഛനും അമ്മയും പറയാറുണ്ട്. അത് കൃത്യമായ ഒരു, ഞാനും ചോദിച്ചത് കൃത്യമായിട്ട് തന്നെയാണ്, അല്ലെ? നമുക്കൊരു വരുമാനം വേണ്ടി നമുക്ക് വേറൊരു ജോലിയും കിടക്കും, അല്ലെ? ഈ സിനിമ എന്നുള്ള വരുമാനം കൊണ്ട് ജീവിക്കാൻ എന്നും
മോനല്ലെങ്കിൽ അടുത്ത ആള്. അതെ. സിനിമയ്ക്ക് ഇന്ന ആളുകൾ ഒരിക്കലുമില്ല. ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു നടന്റെ പേര് പറഞ്ഞ ആരെ പറയും? എല്ലാരും എനിക്ക് ഇഷ്ടമാണ്. അങ്ങനെ ഏറ്റവും ഇഷ്ടപ്പെട്ട നടനൊന്നുമില്ല. എല്ലാവർക്കും നല്ല സിനിമകളുണ്ടല്ലോ, എല്ലാവരുടെയും നല്ല സിനിമകൾ ഞാൻ കണ്ടിട്ടുണ്ട്. എല്ലാ സിനിമകളും കാണാറുണ്ടോ? മിക്ക സിനിമകളും. അവസാനം കണ്ട സിനിമ ഏതാണ്? മലയക്കോട്ടെ വാലിബനായിരിക്കും. എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. നല്ല സിനിമ. നമുക്ക് ഇഷ്ടപ്പെടുന്നത് മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടണമെന്നില്ല, മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടുന്നത് നമുക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. യാത്ര വേറെയാണ് അല്ലേ? നമുക്ക് കിട്ടുന്ന എനിക്ക് മട്ടൺ ആണെങ്കിൽ 3 പേർക്ക് ചിക്കൻ ബിരിയാണി ആയിരിക്കും ഇഷ്ടം അല്ലേ? അപ്പം ഈ സിനിമകളെ വെറുതെ കൊല്ലുന്നതായിട്ട് തോന്നുന്നുണ്ടോ? ഇല്ല, അങ്ങനെയൊന്നും തോന്നാറില്ല. ഓരോരുത്തരുടെ പോയിന്റ് ഓഫ് വ്യൂ അല്ലേ അവര് പറയുന്നത്, അത് കേൾക്കുക, അത്രേ ഉള്ളൂ. അല്ല, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല അത് കെട്ടിയേപ്പിക്കുന്ന പോലെ തോന്നുന്നുണ്ടോ? എനിക്ക് ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ട് താങ്കൾ പോയി കാണണ്ട എന്ന് കെട്ടിയേപ്പിക്കുന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ? അങ്ങനെയൊന്നും ആരും പറയുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. എല്ലാവരും അവരവരുടെ അഭിപ്രായം പറയുന്നത് ഞാൻ കണ്ടിട്ടുള്ളൂ. അഭിപ്രായ സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ടല്ലോ. വ്യക്തിഹത്യ ചെയ്യുമ്പോൾ വേദനിക്കാറുണ്ടോ? ഇല്ല, അങ്ങനെയൊന്നും ഞാൻ അങ്ങനെ വരാറില്ലല്ലോ. അവരവരുടെ പോയിന്റ് ഓഫ് വ്യൂല് അവരുടെ കാര്യങ്ങൾ പറയുന്നു, അത്രേ ഉള്ളൂ. ആ ഒരു ഇതിൽ എടുത്താൽ മതിയല്ലോ. ആ രീതി കഥ. ഈ അച്ഛനുമായിട്ടുള്ള സ്ക്രിപ്റ്റുകളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കൂട്ടുകെട്ടാരായിരുന്നു? അച്ഛനുമായിട്ടുള്ള സ്ക്രിപ്റ്റുകൾ അങ്ങനെ ചോദിച്ചാ എല്ലാവർക്കും വേറെ വേറെ ടൈപ്പാണ്. ഇപ്പൊ രഞ്ജി പണിക്കരങ്ങളുടെ വേറെ ടൈപ്പാണ്, രഞ്ജിത്തങ്ങളുടെ വേറെയാണ്, AK സൈനങ്ങളുടെ വേറെയാണ്. അപ്പൊ എല്ലാവർക്കും എനിക്ക് ആ ഒരു അച്ഛന്റെ ഒരു മേക്കിംഗ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അച്ഛൻ ആരുടെ കൂടെ ജോയിൻ ചെയ്താലും ആ ഒരു എക്സൈറ്റ്മെന്റ് എനിക്ക് എപ്പോഴും ഉണ്ട്. അച്ഛൻ മേക്കിംഗിൽ അത് ഓക്കെ ആവും. അതെ, എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. അത് ആരാണെങ്കിലും നമുക്ക് ഒരു സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് ഒരു വലിയ ഘടകമാണല്ലോ. സ്ക്രിപ്റ്റ് ഉണ്ടെങ്കിലാണ് ഡയറക്ടർ ഉണ്ടാവും, ഡയറക്ടർ ഉണ്ടാകുമ്പോൾ ഒരു സിനിമ ഉണ്ടാവും, അവിടെ ഉണ്ടെങ്കിൽ ഒരു ആക്ടർ ഉണ്ടാവും. അപ്പൊ അവിടെയാണ് ഞാൻ ചോദിച്ചത്, സ്ക്രിപ്റ്റിൽ ഒരു മുൻതൂക്കം നമ്മൾ കൊടുക്കണ്ടേ എന്നതിന്റെ ഒരു ചോദ്യത്തിന്റെ ഒരു പ്രസക്ത ഭാഗമാണ് ഞാൻ ചോദിച്ചത്. തെരഞ്ഞെടുക്കുന്ന സ്ക്രിപ്റ്റുകൾ, ഡയറക്ടർ തെരഞ്ഞെടുക്കുന്ന സ്ക്രിപ്റ്റുകൾക്ക് ഒരു മുൻതൂക്കം കൊടുക്കണ്ടേ? കൊടുക്കണം. സ്ക്രിപ്റ്റ്സ് ആണല്ലോ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സംഭവം, അത് കൊടുക്കണം. അത് സ്ക്രിപ്റ്റ് പാളി എല്ലാം പോയി, എല്ലാം പോയി. നമ്മൾ എന്ത് മേക്കിംഗ് ചെയ്തിട്ട് കാര്യമില്ല അല്ലേ? എന്ത് മേക്കിംഗ് ചെയ്തില്ല. ഈ സുരേഷ് ഗോപിയായിട്ട് നല്ല ബന്ധമാണ് കുടുംബം അല്ലെ? സുരേഷ് ഏട്ടനായിട്ട് നിങ്ങൾ വന്നത്, സുരേഷ് ഏട്ടൻ എന്നാക്കിയത് ഷാജി കൈലാസിന്റെ സിനിമകളാണ്, അല്ലാതെ നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. അത് എല്ലാവരും പറയുന്നുണ്ട്, സുരേഷ് ഏട്ടനും പറയാറുണ്ട്. അത് അവരുടെ യാത്ര എങ്ങനെയാണ്? ഈ സുരേഷ് ഏട്ടനുമായിട്ടുള്ള ഒരു മോനെ അറിയാവുന്ന ഒരു ബന്ധങ്ങൾ എങ്ങനെയൊക്കെ? സുരേഷ് ഏട്ടന്റെ ഫാമിലി, ഗോകുൽ ചേട്ടനും മാധവ ചേട്ടനും ഒക്കെ നമ്മുടെ കൊച്ചിയിൽ നമ്മൾ ഒരേ സ്കൂളിലായിരുന്നു പഠിച്ചത്. അപ്പൊ തൊട്ടേ നമുക്ക് അറിയാം, എല്ലാവരും ഒരുമിച്ചാണ്. അവര് നമ്മൾ ഒരേപോലെയാണ് പൊക്കോണ്ടിരുന്നത്. അവര് നല്ല ആൾക്കാരാണ്, നമ്മളങ്ങനെ പോകുന്നു. ഗോകുലൊക്കെ സിനിമയിൽ അഭിനയിക്കാൻ തുടങ്ങുന്ന ആളുകളായി. അതെ. നമ്മുടെ കുടുംബത്തിൽ നിന്നാണ് ആളുകൾ വരാതിരുന്നത്, അതൊക്കെ ഞങ്ങൾക്കൊക്കെ വിഷമം. ആ വിഷമമാണ് ഇപ്പൊ മാറ്റിയിരിക്കുന്നത്. ഈ ഒരു ഗ്യാങ് ആയിട്ടാണ് ഈ സിനിമയിലേക്ക് അല്ലെ? ആ പേര് തന്നെ സുരേഷ് കുറുപ്പ്, സുകുമാരക്കുറുപ്പിന്റെ പേരൊക്കെയാണ്. അപ്പൊ ഒരു സബ്ജക്ട് എങ്ങോട്ടാന്നൊക്കെ നമുക്ക് കഥ പറയാൻ പറ്റുന്ന സിറ്റുവേഷൻ ഒന്നുമല്ല, സിനിമ പോലും തുടങ്ങിയതുള്ളൂ. അപ്പൊ ആ ഒരു പോയിന്റിലൊക്കെയാണ് പോകുന്നത്. ഈ ഇവിടെ വന്നപ്പോ കുറെ സുഹൃത്തുക്കള് ഇവിടെ വെച്ച് പരിചയപ്പെട്ടല്ലേ? ഇപ്പൊ മോന്റെ കൂടെ അഭിനയിക്കുന്ന ഇതേ യൂണിഫോമിൽ അഭിനയിക്കുന്ന കുറെ പേര്, ഈ കോസ്റ്റ്യൂം ഇട്ട്, അവരൊക്കെ പല മേഖലയിൽ നിന്നാണ് വന്നത്. ഇവരൊക്കെ ആദ്യമായിട്ടാണ് സിനിമയിലേക്ക് വന്നത്. ഞാൻ ഇവിടെ വെച്ച എല്ലാരും കണ്ടതും പരിചയപ്പെടുന്നതും അത്ര ഫ്രണ്ട്ലി ആവുന്നതൊക്കെ. എല്ലാരും നല്ല ഫ്രണ്ട്ലി ആണ്, കുഴപ്പമൊന്നുമില്ല. അവരൊക്കെ ഇതിനു മുമ്പ് സിനിമാ ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരാണോ പോലും ചോദിച്ചത്? അവരൊക്കെ സിനിമയിൽ അഭിനയിച്ചിട്ടുള്ളവരാണ്. എല്ലാരും നമ്മുടെ കൂടെ ഉള്ളവരും സിനിമയിൽ അഭിനയിക്കുന്ന ആൾക്കാരാണ്. സിനോജ് ചേട്ടനാണെങ്കിലും പിന്നെ എൻ്റെ സൂര്യ ആണെങ്കിലും എല്ലാരും, വൈഷ്ണവ് ചേട്ടനാണെങ്കിലും എല്ലാരും സിനിമയിൽ അഭിനയിച്ച ആൾക്കാരാണ്. ഇനി എനിക്ക് ചെയ്യാൻ പറ്റിയ ഒരു വേഷം എന്റെ മനസ്സിലുള്ളത് എന്ന് പറഞ്ഞാൽ ഏത് വേഷം പറയാൻ പറ്റും? അങ്ങനെയൊന്നും നമുക്ക് ആയിട്ടില്ലല്ലോ. ചെയ്യാൻ വരുന്ന അവസരങ്ങൾ ചെയ്യും, അത്രേ ഉള്ളൂ. വേഷം ഒന്നും നമ്മൾ നോക്കില്ല, നമുക്ക് അങ്ങനെ ആയിട്ടില്ലല്ലോ. ഒരു സീനാണെങ്കിലും ചെയ്യും. ചെയ്യും. നമുക്ക് അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി വന്നാൽ നമ്മൾ കളയണ്ടല്ലോ, അത്രേ ഉള്ളൂ. അതൊരു വലിയൊരു ഉപദേശമായിട്ട് കൂട്ടുന്നുണ്ടല്ലേ അച്ഛൻ പറഞ്ഞതും അല്ലെ? ഒരു സീനാണെങ്കിൽ നമുക്കൊരു സീൻ, അത് നമുക്കൊരു സ്പേസ് വേണമെന്നുള്ളൊരു ചിന്തയുള്ളൂ. ഓപ്പർച്യൂണിറ്റി വന്നാൽ കളയണ്ട, വർക്കല്ലേ, അപ്പൊ അത് കളയണ്ടെന്നുള്ളതേ ഉള്ളൂ. ഇനിയിപ്പോ അഭിനയിക്കാനൊക്കെ വന്നു, പൈസയുടെ കാര്യങ്ങളൊക്കെ വരും, ഇനി സിനിമയൊക്കെ തുടങ്ങുന്നുള്ളൂ, ഇതൊന്നും ഇപ്പൊ ചോദിക്കണ്ടെന്നാന്ന് പറയും. അപ്പൊ അതിനൊക്കെ ഒരു കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഏറ്റവും ആദ്യം സിനിമയിൽ നിന്ന് കിട്ടുന്ന ഒരു ഫണ്ടിൽ നിന്ന് അച്ഛൻ എന്ത് മേടിച്ചു കൊടുക്കും? അച്ഛന് കൊടുക്കും, അത്രയും. എനിക്കൊന്നും മേടിച്ചു കൊടുക്കാനൊന്നുമില്ലല്ലോ, അച്ഛനും അമ്മയ്ക്ക് ഉള്ളതാണല്ലോ. അത് അവരെ അങ്ങ് ഏൽപ്പിക്കും, ഒരു സമ്മാനമായിട്ടൊന്നും മേടിച്ചു കൊടുക്കില്ല, അതങ്ങ് ഏൽപ്പിക്കും. അച്ഛൻ്റെ കയ്യിൽ നിന്ന് ആദ്യം കിട്ടിയേണ്ട ഒരു പണം എന്താ, എത്ര രൂപയാണെന്ന് ഓർക്കാൻ പറ്റും? അച്ഛൻ ആദ്യം തന്നത് അങ്ങനെ ഓർക്കാനൊന്നും പറ്റില്ല. അച്ഛനിങ്ങനെ ഓരോന്ന് മേടിച്ചു തരാണോ കൂടുതലും, പൈസ എടുത്ത് തരാതെ മേടിച്ചു തരും, അതാണ്. നമുക്ക് വേണമെന്ന് പറഞ്ഞിട്ട് മേടിച്ചു തരാത്ത എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, അങ്ങനെയൊന്നുമില്ല.
വേണമെന്ന് ആവശ്യപ്പെട്ടത് എല്ലാം മേടിച്ചു വന്നിട്ടുണ്ടോ? വേണമെന്ന് ആവശ്യപ്പെടാറില്ല, നമ്മള് എന്താണ് വേണ്ടതെന്ന് അറിയാം, മേടിച്ചു തരും. നമ്മുടെ മനസ്സറിയാം. അതറിയാം. അതാണ് ഏറ്റവും വലിയ ഭാഗ്യം. അച്ഛനും അമ്മയ്ക്ക് നമ്മുടെ മനസ്സറിയാം. എന്തെങ്കിലും ആഗ്രഹിച്ചിട്ടുണ്ടോ? ഇല്ല, നമുക്കങ്ങനെ ആഗ്രഹിച്ചിട്ടൊന്നുമില്ല. എല്ലാം അച്ഛനും അമ്മയും തരുന്നിട്ടുണ്ട്, ഈശ്വർ സഹായിച്ച്. ഈ ട്രിവാൻഡ്രത്ത് തന്നെ ആണ് സെറ്റില്? ട്രിവാൻഡ്രം. കൊച്ചിയാണ് സിനിമ മേഖല എന്നാണല്ലോ പൊതുവെ പറയുന്നത്. അങ്ങനെയാണെങ്കിലും മാറ്റം ഉണ്ടാവോ? ഇല്ല, നമ്മള് തിരുവനന്തപുരത്ത് തന്നെയാണല്ലോ. തിരുവനന്തപുരത്ത് ഒരു വീടുണ്ട്, അവിടെ തന്നെയാണ്. അച്ഛൻ ഇടയ്ക്ക് അച്ഛൻ ഇടയ്ക്ക് കൊച്ചിയിൽ പോയി ഇന്നിവിടെ അച്ഛനുണ്ട്. അച്ഛന് വർക്ക് ആകുമ്പോഴത്തേക്ക് അച്ഛൻ അങ്ങോട്ട് പോകും, പിന്നെ ഇങ്ങോട്ട് തിരിച്ച് ട്രിവാൻഡ്രത്തോട്ട് തന്നെ വരുന്നത്. അച്ഛൻ ഇനിയൊരു ചെയ്യണം. അച്ഛന്റെ പാറ്റേൺ നേരത്തെ പറഞ്ഞു, നമുക്ക് അച്ഛന്റെ മേക്കിംഗ് ഉണ്ട്. അച്ഛൻ ഇനി വേറൊരു രീതിക്ക് ഒരു സിനിമ എടുക്കണമെന്ന് അങ്ങനെ എന്തെങ്കിലും അച്ഛന്റെ ഒരു പാറ്റേൺ ഒന്ന് മാറ്റി പിടിച്ചാൽ കൊള്ളാം എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഉണ്ട്. അച്ഛന്റെ ഒരു റൊമാൻറ്റിക് ടൈപ്പ് ഒരു മൂവിയൊക്കെ വന്നാൽ കൊള്ളാറുണ്ട്. അച്ഛന്റെ ആ ഒരു ടൈപ്പ് ക്യാരക്ടർ അച്ഛന് അടിപൊളിയായിട്ട് അച്ഛൻ ചെയ്യും, അത് നമുക്കറിയാം. അത് നമുക്ക് അറിയാന്ന് പറയാൻ എന്താണ്? കാരണം അച്ഛന്റെ ബാബ കല്യാണിയിലാണെങ്കിലും ഒരു സീക്വൻസ് ഉണ്ട്, മോഹൻലാൽ സാറും മമത മാമും കൂടെ ചെയ്യുന്ന ഒരു സീനുണ്ട്. പിന്നെ ടൈമില് അച്ഛൻ ചെയ്തിട്ടുണ്ട് അതേപോലത്തെ ഒരു സംഭവം. അങ്ങനത്തെ ഒരു അച്ഛൻ ചെയ്യില്ല, പക്ഷെ അങ്ങനത്തെ ഒരു സംഭവം ചെയ്താൽ കൊള്ളാറുണ്ട്. ആഗ്രഹമുണ്ടല്ലോ. ഇത് അച്ഛനെ അറിയിക്കും ഞാൻ. അച്ഛനറിയാം, നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലേ? അപ്പൊ അച്ഛൻ എന്താ പറഞ്ഞേക്കണേ? ഇല്ല, അച്ഛൻ അങ്ങനത്തെ സിനിമകളോട് താല്പര്യമില്ല. അച്ഛന് ആക്ഷൻ ത്രില്ലർ അങ്ങനത്തെ ടൈപ്പ് സിനിമകളോടാണ് കുറച്ചുകൂടെ താല്പര്യം. അച്ഛൻ ആക്ഷൻ സിനിമ ചെയ്യുമ്പോഴാണ് പ്രേക്ഷകർക്ക് മാറി ചിന്തിക്കാൻ അച്ഛനും കഴിയുന്നില്ല, പ്രേക്ഷകർക്കും കഴിയുന്നില്ല. ഇപ്പൊ ഉള്ള സിനിമകളൊക്കെ കാണുന്നില്ല. ഇപ്പം ഒത്തിരി പുതിയ ആക്ടേഴ്സ് വരുന്നുണ്ടല്ലേ, ന്യൂജൻ ആളുകൾ ഒത്തിരി പേരുണ്ട്. അതിൽ ഇഷ്ടപ്പെട്ട ആരായിരിക്കും? അങ്ങനെയല്ല, ഞാൻ എല്ലാ സിനിമകളും കാണുന്ന, എല്ലാ സിനിമയും ആസ്വദിക്കുന്ന ആളാണ്. എല്ലാവരും എനിക്ക് ഇഷ്ടമാണ്. അങ്ങനെ ഒരാളായിട്ട് ഇങ്ങനെ എടുക്കാനോ ഒരു അഭിനയ മികവ് ഒന്നും പറയാൻ എല്ലാവരും അടിപൊളിയായിട്ട് അഭിനയിക്കുന്ന ആൾക്കാരല്ലേ. അപ്പൊ ആ ഗ്യാങ്ങിലേക്കാണ് ഇപ്പൊ വരുന്നത് നമ്മള് അല്ലെ? ന്യൂജൻ ഗ്യാങ്ങിലേക്കാണല്ലോ വരുന്നത്. ഭയമുണ്ടോ? ചെറുതായിട്ടുണ്ട്, പക്ഷെ കുഴപ്പമില്ല. വീട്ടിലും ഇങ്ങനെ തന്നെ സൈലന്റ് ആണോ? അതെ, അങ്ങനെ സൈലന്റ് ആയിട്ട് ഇരിക്കും. ഇത്രയും സംസാരിച്ച് ഇപ്പോഴായിരിക്കും എനിക്ക് തോന്നുന്നത് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ? അപ്പം നല്ല സിനിമയാകണം ഇത്. ഈ സിനിമ സൂപ്പർ ഹിറ്റ് ആണ്. നമ്മൾക്ക് ഒത്തിരി പ്രതീക്ഷ തരുന്നു. എപ്പോഴും പറയുന്നത് ലാലേട്ടനൊക്കെ നമ്മൾ ഓവർ പ്രതീക്ഷ ഒന്നും നമ്മൾ കൊടുക്കുന്നില്ല. എല്ലാവരും പറഞ്ഞു ഓവർ പ്രതീക്ഷ, പക്ഷെ നമ്മൾ ഒത്തിരി പ്രതീക്ഷിക്കുന്നു. കാരണം ഷാജി കൈലാസിന്റെ മോൻ ഒരു സിനിമയിൽ അഭിനയിക്കുന്നു, നായകനായിട്ട് വരുന്നു എന്ന് വരുമ്പോൾ നമുക്ക് ഒത്തിരി പ്രതീക്ഷയുണ്ട്. അത്തരം രീതിയിൽ ഭംഗിയായി സിനിമ ആകണം. ഇതിന് ശേഷം നമുക്കൊന്ന് സിനിമ ഷൂട്ട് ചെയ്തിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പറയാം. ഇപ്പൊ കുഴപ്പമൊന്നും ഉണ്ടായില്ല എന്റെ ഇന്റർവ്യൂ? ഇല്ല, കുഴപ്പമൊന്നുമില്ല. പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ലല്ലോ അല്ല? അത് സത്യസന്ധമല്ലേ? ഞാനാണ് ഇരിക്കണമെന്ന് നോക്കുമ്പോൾ ഒരു ഇതായിരുന്നു ആദ്യം. എന്റെ ഇന്റർവ്യൂ ഒക്കെ കാണുന്നോണ്ടായിരുന്നു അങ്ങനെ തോന്നിയത്? കാണാറുണ്ടല്ലോ. കുറച്ച് കുഴപ്പമില്ല എന്നല്ലേ? ഒരു കുഴപ്പമില്ലാന്ന് എനിക്ക് വേണം. പക്ഷെ ഈ പറഞ്ഞ പോലെ സൂപ്പർ ഹിറ്റ് ആകട്ടെ ഈ സിനിമ. ഉദ്ദേശിച്ച ഡേറ്റിന് മുമ്പ് തീരട്ടെ.